വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSTU സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയുക, DA ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക, നിയമാനുസൃതം നിയമിതരായ എല്ലാ അധ്യാപകർക്കും നിയമനാംഗീകാരം നൽകുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, തസ്തിക നഷ്ടപ്പെടുന്ന അധ്യാപകർക്ക് ജോലി സംരക്ഷണം നൽകുക, നോഷണൽ അപ്രൂവൽ ലഭിച്ച അധ്യാപകരുടെ 5 വർഷത്തെ തടഞ്ഞുവച്ച ശമ്പളം നൽകുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSTUവിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന മാർച്ചും ധർണയും മുൻ MP K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. KSTU സംസ്ഥാന പ്രസിഡന്റ് KM അബ്ദുള്ള അധ്യക്ഷത വഹിച്ച യോഗത്തിൽ A വിൻസെന്റ് MLA മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ് സമരപ്രഖ്യാപനം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഭീമാപ്പള്ളി റഷീദ്, KSTU മുൻ സംസ്ഥാന പ്രസിഡന്റ് AK സൈനുദ്ദീൻ, AC അദാവുള്ള, PKM ഷഹീദ്, സിദ്ദിഖ് പാറക്കോട്, MM ഷിജുമോൻ, J ജമീൽ തുടങ്ങിയവർ മാർച്ചിലും ധർണയിലും പങ്കെടുത്തു. നേരത്തെ എന്ത് ചിന്തിച്ചുവോ അത് തന്നെ ഗവൺമെന്റ് ഔദ്യോഗികമായി തീരുമാനമായി വരുമ്പോൾ അത് കേരളത്തിൽ നടത്താൻ ഒരു കാര്യം നിങ്ങൾ പറയുക. എന്തായാലും ഇപ്പൊ കേരളം ഏറെക്കുറെ ചിത്രം വ്യക്തമാകുന്നുണ്ടല്ലോ, സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കും ബോധ്യമാകുന്നുണ്ടല്ലോ, എല്ലാവർക്കും ബോധ്യമാകുന്നുണ്ടല്ലോ. ഈ സർക്കാരിന്റെ ഇടതുപക്ഷ മുന്നിൽ ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് അറബിക്കടലായിരിക്കുമെന്നാണ് ഈ പ്രക്ഷോഭത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ വിദ്യാഭ്യാസ രംഗത്തൊന്നും ചെയ്യാൻ കഴിയാതെ പോയിട്ടുള്ള റിപ്പോർട്ട് ശമ്പളത്തിന്റെ കാര്യത്തിൽ, ശമ്പളപരിഷ്കരണത്തിന്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി ഭരിച്ച സമയം കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യവസായ മന്ത്രിയാണ്. അവരൊക്കെ കണ്ടി ഞങ്ങൾ പറയാം, നമുക്ക് അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണം, ശമ്പള പരിഷ്കരണം. കാരണം കഴിഞ്ഞ ഗവൺമെന്റ് ഒന്നും ചെയ്യാതെ പരിഷ്കരണം പേരടിയിൽ ഏൽപ്പിച്ചു പോയിട്ടുള്ളതാണ്. അങ്ങോട്ട് ഏൽപ്പിച്ചു പോയതാ, പേരടിയിലിട്ട് പോയതാ. ആ പിറടിയിലിട്ട് പോയ ശമ്പള പരിഷ്കരണത്തിന്റെ എല്ലാ നടപടികളും ജീവനക്കാർക്ക് 100% ചെയ്തു തീർത്ത ഒരു ഗവൺമെന്റ് ആയിരുന്നു 2014 വരെ കേരളം ഭരിച്ച UDF സർക്കാർ. എല്ലാം കടുത്തു തീർത്തു. ഒരു DA കുടിശ്ശികയാക്കിയില്ല, ഒരു ശമ്പളവും കുടിശ്ശികയാക്കിയില്ല. എല്ലാം കൊടുത്തിട്ട് തിരഞ്ഞെടുപ്പോയ ഗവൺമെന്റാണ്. അത് കഴിഞ്ഞ് LDF ഒരു പുതിയ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി. ജൂലൈ 10 അതിന് മുൻകാല പ്രാബല്യത്തോടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് എത്ര വർഷമായി, പതിറ്റാണ്ടുകളായി തുടർന്നു വരികയാണ്. അതുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു നവീകരണത്തിന്റെ ഭാഗമായി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഉജ്ജ്വലമായ മുന്നേറ്റമായിരുന്നു HSA ഇംഗ്ലീഷ് എന്ന ഒരു കോർ സബ്ജക്റ്റായി ഇംഗ്ലീഷിനെ കൊണ്ടുവന്നത്. ചുക്കും ചുണ്ണാമും തിരിയാത്തൊരു സർക്കാർ ഇപ്പൊ കോടതിയിൽ 2018 കേസ് വന്നപ്പോ ഇംഗ്ലീഷ് കോർ സബ്ജക്റ്റ് ആണോ അമാനോ അത് ലാംഗ്വേജ് ആണോ എന്നുള്ളത് സംബന്ധിച്ച് കൺഫ്യൂഷൻ വന്നിട്ട് അത് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞ്